വളരെ ആവേശത്തിലാണ്. കാരണം ആ സ്കോർ ബോർഡിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം 3 ഗോളുകൾക്ക് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. കാരണം വിജയത്തിൽ കുറഞ്ഞ ഒന്നും പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ. ഇന്നിപ്പോൾ ഇടവേളയ്ക്ക് മുന്നിൽ തന്നെ വലിയ ലീഡിലേക്ക് എത്തിയിരിക്കുന്നു. അത് കൂടുതൽ ഉയർത്താം. ബാക്കി മത്സരം പൂർത്തിയാകുമ്പോൾ വലിയ മാർജിനിൽ ജയിക്കാൻ ആത്മവിശ്വാസം തന്നെയാണ് ആരാധകർക്കുള്ള. അതിൽ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ കറുകപ്പള്ളിയിലാണ്. ഇപ്പോൾ ഗോൾ ആരംഭിക്കുമ്പോൾ വലിയ ആവേശഭരിതമായ ഒരു ആൾക്കൂട്ടത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വളരെ അടക്കവും ഒതുക്കത്തോടെ എല്ലാം തന്നെ കാത്തിരിക്കുന്നു എന്നതാണ്. ഏതായാലും എന്താണ് അവരുടെ പ്രതീക്ഷ എന്നതെല്ലാം തന്നെ ചോദിക്കാം. എത്ര ഗോളിൽ ജയിക്കും, എന്താ പ്രതീക്ഷിക്കുന്നത്? 3 ഗോള് ഹാഫ് ടൈമിൽ തന്നെ 3 ഗോളായി. ഇപ്പൊ 10 ഗോളിലേക്ക് അടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം ഭയങ്കര ആകാംക്ഷയിലാണ്. ബ്രസീലിന് കപ്പടിക്കുന്ന കാര്യത്തിൽ ഈ കളി കാണുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചത്. അതെ, 7-0 ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പല അരകൾക്കും മറുപടി കൊടുക്കാണ്ട്. അതെ 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 7 എന്നുള്ളത് ഇവരുടെ ഒരു ബ്രസീൽ ഫാൻസിന്റെ ഒരു വലിയ വികാരമാണ്. കാരണം 7 ഗോളുകൾക്ക് ഒരു കടമുണ്ട്. അതുകൊണ്ട് മികച്ച മാർജിനിൽ ജയിക്കണം എന്നൊരു ആത്മവിശ്വാസം. എന്താണ് ഇന്ന് 3 ഗോളിന് മുന്നിലാണ്. ഇനിയും 3 ഗോള് ഇനിയും അടിക്കും. എന്തായാലും ശക്തമായിട്ട് ബ്രസീല് നല്ല രീതിയിൽ കളിക്കാനുണ്ട്. ഇനിയും 3 ഗോൾ കൂടെ അടിച്ച് എന്തായാലും അടിക്കും. ഞങ്ങള് കടം വീട്ടും, ഒരു സംശയമില്ല. സന്തോഷമാണല്ലോ. പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. ഞങ്ങളെ തോൽവി പ്രതീക്ഷിച്ചു വന്ന കുറെ പേരുണ്ട് അർജന്റീന കളി. മനസ്സിലായി മുങ്ങി അവരൊന്നും കാണാനില്ല, ഈ ഏരിയയിലില്ല. വിജയം നമുക്ക് തന്നെയാണ്. നെയ്മറില്ലാത്തൊരു വിഷമമുണ്ട് കളികളിൽ. നെയ്മറുടെ അഭാവം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കളിയിൽ. പക്ഷെ എന്നാലും നല്ല കളി കളിക്കുന്നത്. ഇതേ കുട്ടികൾ വയ്ക്കില്ല, അവരൊക്കെ ബ്രസീൽ എന്തായാലും ജയിക്കും, അത് ഉറപ്പിച്ച്. നല്ല ആവശ്യത്തിലാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ് ഈ 2026 ഫിഫ വേൾഡ് കപ്പ് ബ്രസീൽ തൂക്കിയിരിക്കും. അതെ അതെ, നമുക്ക് ഈ പ്രാവശ്യം എല്ലാ പ്ലേയേഴ്സും സൂപ്പർ കളിക്കാരാണ്. അത് യാതൊരു സംശയമില്ല. കാരണം നമുക്ക് നല്ല ഉറപ്പുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.